കൈരളി രജത ജൂബിലി നിറവിൽ ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായി കൈരളി യാത്ര ആരംഭിച്ചിട്ട് ഇന്നേക്ക് 25 വർഷം. കാൽ നൂറ്റാണ്ടുകാലത്തെ മലയാളിയുടെ ദൃശ്യമാധ്യമ ചരിത്രത്തിന്റെ ഭാഗമായ കൈരളി ഇപ്പോഴും മലയാളത്തിന്റെ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്നു. മലയാളികൾക്കായി മലയാളിയുടേത് മാത്രമായ മലയാളികൾക്ക് പൂർണ്ണമായും അവകാശപ്പെട്ട ഒരു ടെലിവിഷൻ ചാനൽ കൈരളി. മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ കൈരളി ടെലിവിഷൻ ചാനൽ മലയാളിയുടെ ദൃശ്യമാധ്യമ ചരിത്രത്തിലെ മറ്റൊരു സഹസ്രാബ്ദ പിറവി. 2000 ചിങ്ങം 1 കൈരളിയുടെ പിറവിക്ക് അതിനപ്പുറം ഒരു വിശേഷണവും വേണ്ട. ഒരു ജനതയുടെ ആത്മാവിഷ്കാരത്തിന് ചിറകുമുളച്ച് കാൽ നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ കൈരളി ഇന്ന് ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ കൂടി മറുപേരാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. വേറൊരു ചാനലല്ല, വേറിട്ടൊരു ചാനൽ. കൈരളി അക്ഷരാർത്ഥത്തിൽ മലയാളിയുടെ അതുവരെയുള്ള ദൃശ്യബോധത്തിന്റെ ഒരു മറുകാഴ്ചയായിരുന്നു. ഉത്സാഹത്തിൽ എന്ന പോലെ ഉള്ളടക്കത്തിലും കൈരളി കാലത്തിനു മുമ്പേ നടന്നൊരു വിപ്ലവവുമായിരുന്നു. ഒരു ജനതയുടെ അറിവും ആനന്ദവും ആഗ്രഹചിന്തയും കൈരളിയിലൂടെ കൺതുറന്നു. ചരിത്രവും സംസ്കാരവും സൗന്ദര്യവും സർഗാത്മകതയും അതിന്റെ ഏറ്റവും ഉയർന്ന ബോധ്യത്തിലും തിളക്കത്തിലും കൈരളിയിലൂടെ വിരാജിച്ചു. ഒരു ചരിത്ര സംരംഭമാണ് കൈരളി. രാജ്യത്ത് അതിനു മുമ്പോ പിമ്പോ അതുപോലൊരു മാധ്യമ മാതൃകയില്ല. നാനാതുറയിലുള്ള 2.5 ലക്ഷം മലയാളികളുടെ ഓഹരി ഉടമസ്ഥത. കൈരളി മലയാളിയുടെ സ്വന്തം ചാനലായി അറിയപ്പെടുന്നത് അതുകൊണ്ടുകൂടിയാണ്. 2005 മലയാളിയുടെ വാർത്താ ഘടികാരമായ കൈരളി ന്യൂസിന്റെ പിറവി. നേരിന്റെയും നിലപാടിന്റെയും കരുത്തുകൊണ്ടും അന്വേഷണം കൊണ്ടും കണ്ടെത്തൽ കൊണ്ടും കൈരളിയുടെ വാർത്താമുറികൾ എന്നും മുതിർന്നു നിന്നു. തീർച്ചയായും ഒരു പക്ഷം പിടിച്ച ചാനൽ, അതായത് നീതിയുടെ പക്ഷം ഉയർത്തിപ്പിടിച്ച ചാനൽ. കൈരളിയുടെ ക്യാമറയ്ക്ക് മുമ്പിൽ കൂടി ഇരമ്പി മറിഞ്ഞതാണ് കാൽ നൂറ്റാണ്ടിന്റെ ചരിത്രം. കൈരളിക്ക് പിന്നാലെ കൈരളി ന്യൂസ്, കൈരളി വി, കൈരളി അറേബ്യ, കൈരളി ഓൺലൈൻ. ഓരോ ചരിത്രഘട്ടം പിന്നിടുമ്പോഴും മത്സരമല്ല, സഹജീവികളോടുള്ള സ്നേഹവും കരുതലും മനുഷ്യത്വവും മതനിരപേക്ഷതയുമാണ് കൈരളിയുടെ കാതൽ. കാൽ നൂറ്റാണ്ടിന്റെ തലയെടുപ്പോടെ ആ ചരിത്ര നിയോഗം ഇവിടെ ഇപ്പോൾ മറ്റൊരു നാഴികക്കല്ലുകൂടി പൂർത്തിയാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.